മമ്മൂട്ടി, മുകേഷ് ഇവരോടൊപ്പം ആക്ട് ചെയ്തിട്ടുണ്ട്. എത്ര സ്വീറ്റാണ് ഞങ്ങളുടെ ഇന്ദ്രൻ സാറിൻ്റെ ആക്ടിങ്. இந்திரன் சார் ரொம்ப ரொம்ப ஸ்வீட். ஏன்னா நான் லாலட்டா மம்முக்கா அவரோட ஒர்க் பண்ணச்சே நான் ரொம்ப யங், ஒன்றுமே தெரியாமல் இருந்தது. அண்ட் ஆல்சோ இப்போவும் எனக்கு அவ்வளோவா ஞாபகமும் இல்லை. 35 years 30 years ப்ளஸ் அந்த ஷூட்டிங்க்கு ஆயிருக்கு. ஆனால் இப்போது நான் வந்து நிஜமாவே டிஃப்ரெண்ட் கேரக்டர்ஸ் பண்ணணும்னு ஆசைப்பட்றேன், டிஃப்ரெண்ட் ஃபில்ம்ஸ் பண்ணணும்னு ஆசைப்பட்றேன். இந்த மாதிரி நான் வந்திருக்கிறச்சே இந்திரன் சார் மாதிரி ஒரு எக்ஸ்பீரியன்ஸ்டான ஆக்டரோட ஒர்க் பண்ணுறது அது ரொம்ப சந்தோஷமான விஷயம். அது மட்டும் இல்லாமல் அவரோட பர்சனாலிட்டி, அவர் ஹம்பிளாக இருக்கிறது, இவ்வளோ பெரிய சக்ஸஸ் இப்போ கூட ரீசெண்டாக அச்சீவ் பண்ண அப்புறமும் இவ்வளோ ஹம்பிளாக உட்காந்துருக்கிறது, அதுவே எனக்கு ஒரு புது எக்ஸ்பீரியன்ஸ். ஸோ எனக்கு என்னோட கோ ஆக்டர்ஸ்கிட்டேருந்தும் அப்புறம் என்னோட டைரக்டர் எல்லார்கிட்டேயும் எனக்கு வாரணாசியில் எல்லாரும் ஒரு ஃபேமிலி மாதிரி இருந்து, ஒரு ஆக்டரோ இல்லை டெக்னீஷியனோ அப்படி இல்லாமல் ஒரு ஃபேமிலி மாதிரி கூட இருந்து ஒரு மாதம் ஷூட்டிங் பண்ணினதில் அவங்க சொன்ன வேர்டு ஹிருதய பந்தம், அது எனக்கு அந்த கேரக்டர் லீலா மாஷிக்கு மட்டும் இல்லாமல் பட் இருக்கிற எல்லாரோடையுமே ஒரு நைஸ் ஃபீலிங் இருந்தது. அதுவும் கும்பு மேளாக்கு முன்னாடி இந்த நடந்த படம். ஸோ அங்கே வாரணாசியில் போனீங்கன்னா உங்களுக்கு ஒரு ஸ்பிரிச்சுவல் எனர்ஜி ஒன்று இருக்கும். அதில் இந்த மாதிரி அப்புறம் நம்ம ஃபேஸ் பாய் வந்து வாரணாசியை க்ளீனாக காமிச்சிருக்காரு, பியோராக. இவங்களும் அந்த வேர்டு பியோர் அப்படின்னு யூஸ் பண்ணாங்க. அந்த 1 month ஷூட்டிங்கில் ஆஸ் அன் ஆர்டிஸ்ட் அண்ட் ஆஸ் அ நாட் ஆர்டிஸ்ட் அதர்வைஸ் எனக்கு ஒரு பியூரிட்டி ஃபீலிங் இந்த படத்துலையும் அண்ட் வாரணாசிலையும் ஃபீல் ஆச்சு. அதில் இந்திரன் சார் அவரோட இன்னசென்ஸ், அவரோட எக்ஸ்பீரியன்ஸ் எல்லாமே என்னோட ஹார்ட்டை ரொம்ப டச் பண்ணிது. ഇന്ദ്രൻ ചേട്ടാ ഇപ്പം ഇവിടെ ഇന്ദ്രൻ ചേട്ടാ, ശരിക്കും മലയാള സിനിമയിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ദ്രൻ ചേട്ടൻ എന്നൊരു കലാകാരനെ മലയാള സിനിമ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്ന സമയം കൂടെയാണെന്ന് പറയാം. കാരണം മലയാളം മാത്രമല്ല തമിഴ് സിനിമയിൽ പോലും അവിടെ ഉള്ളവർ പോലും പറയുന്നത് ഇന്ദ്രൻ ചേട്ടനെ പോലെ കലാകാരന്മാരെയാണ് ശരിക്കും ഇന്ത്യൻ സിനിമയിൽ ആവശ്യമുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കഥാപാത്രം അത് പ്രോസസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇപ്പം ഇതിലെ ആദ്യത്തെ പാട്ട് ഇറങ്ങിയ സമയത്ത് എല്ലാവരും സോഷ്യൽ മീഡിയ പറയും ഇന്ദ്രൻ ചേട്ടൻ നല്ലൊരു റൊമാൻറ്റിക് റോൾ നമുക്ക് ഇനി കാണാൻ പറ്റും. ഒരു ട്രെയിലറിൽ പറയുമ്പോൾ ഇതൊന്നും അല്ല, വേറെ ലെവലിന്റെ കഥാപാത്രമാണ്. ശരിക്കും എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ പ്രോസസ്? ഇങ്ങനെ വന്ന് കിട്ടുന്നുണ്ട്, എങ്ങനെയൊക്കെയോ നമുക്ക് പ്രാർത്ഥനയുണ്ട്, അതിനുള്ള കാത്തിരിപ്പുണ്ട്, അങ്ങനെ വന്ന് ഭവിച്ചതാണ്. പക്ഷേ എനിക്ക് ഓരോ പടം ഇങ്ങനെയുള്ള പടങ്ങൾ നമ്മൾ കാത്തിരുന്ന് കുറേ പടങ്ങൾ സിനിമകൾ കിട്ടുമെങ്കിലും ചില ക്യാരക്ടർ ഉണ്ട് ഇങ്ങനെ ജീവനുള്ളത്. അത് വരുമ്പോഴത്തേക്ക് അത് സംഭവിക്കുന്നത് വരെ ഭയങ്കര ആദിയാണ്. ഇതിപ്പോൾ വർഷം വന്ന് കഥ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. വേറെ ഒന്നും ചോദിക്കാണ്ട് ഞാൻ റെഡി പറഞ്ഞു അവരുടെ ഇഷ്ടത്തിനാണ്. കാരണം അതിൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് അന്ന് പറഞ്ഞതും മധുമേടത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇത് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നൊരു വാക്ക്, ഇത് ആരാണ് മാധവ മാഷെന്ന് ചോദിച്ചാൽ പേര് പറയല്ലേ, തീരുമാനിച്ചില്ല എന്നേ പറയാവൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ വിളിച്ച് അന്വേഷിക്കും മലയാളത്തിൻ്റെ അതുകൂടെ കോമഡിയൊക്കെ ചെയ്യുന്നൊരുത്തനാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരതിൽ നിന്ന് വിട്ടുപോകും. അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും പലരും അങ്ങനെ എനിക്ക് പല സിനിമകൾ ചിലതിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ വലിയ ആർട്ടിസ്റ്റിൻ്റെ പേര് പറയും, പക്ഷേ അവസാനം അവരൊന്നും കിട്ടാറുണ്ടാവില്ല. നമുക്ക് തൃപ്തിയാണ്, നമ്മുടെ ക്യാരക്ടർ ഇത് പോയാൽ മതി, എങ്കിലും അതൊരു ആദ്യമായിട്ട് കാണും. അപ്പോൾ ഇത് മധുവാൻ സമ്മതിച്ചു, ഇഷ്ടമായി എന്ന് വർഷമെന്ന് പറയുന്നു. ഞാനും അതുപോലെ ആ ഒരു ഡേറ്റിൽ നിന്ന് നോക്കി കാത്തിരിക്കുന്നു. പിന്നീട് കുഞ്ഞു മാറ്റങ്ങളോ ഇത്തിരി ഒരാഴ്ച നീളുമ്പോഴോ എനിക്ക് പ്രോബ്ലമാണ്. ഞാൻ പിന്നെ ഈ കൊടുത്ത ഡേറ്റും മറ്റേ അടുത്ത കമ്പനിയായിട്ടും വഴക്കുണ്ടാക്കി ഇതിനെ കാത്തിരിക്കുന്നത് എങ്ങാനും ഒരു കാരണം കൊണ്ട് അവർ മാറിപ്പോയാൽ പിന്നെ ആരെങ്കിലും ആയിരിക്കും വന്ന് പെടുക. അതുകൊണ്ട് സിനിമയുടെ മൊത്തത്തിൽ തന്നെ എനിക്ക് എൻ്റെ കാര്യം ചെയ്യുന്നതും ഇതിൽ നിൽക്കുന്ന ആളിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് കൊണ്ട് ഒരു ആർട്ടിസ്റ്റിന് പിന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല അതിൻ്റെ വിജയത്തെയും അത് ബാധിക്കും. അങ്ങനെ ഞാൻ ഇത്തിരി ആദ്യം പിടിച്ചിരുന്നതാണ്, പക്ഷെ അത് സംഭവിച്ചില്ല. മധുമേടം വന്നു, അപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ 5D ക്യാമറ ചെയ്യുന്നു, എഡിറ്ററായാലും മ്യൂസിക് ഡയറക്ടർ എല്ലാം ഏറ്റവും നല്ല കൂട്ടുകാരെ തന്നെ വർഷം കണ്ടുപിടിച്ചപ്പോൾ അത് ഭയങ്കര ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി. ഇനി 19-ാം തീയതിക്ക് ശേഷം മുതൽ അങ്ങോട്ടുള്ള ഇതിൻ്റെ ഒരു ജാതകം അറിയാനുള്ള ഒരു ചങ്കടി പോകാനുള്ള കാത്തിരിപ്പ്.
ചേട്ടന്റെ അടുത്തൊരു ചിന്ന ആസ എന്തായിരിക്കും? ഇത് തന്നെ. സ്നേഹം, എല്ലാവരും പരസ്പരം സ്നേഹവും. അതിന് പേരൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പ്രേമമാണോ അല്ലെങ്കിൽ അല്ലാത്തൊരു സുഹൃത്തുണ്ട്, പ്രണയം, അങ്ങനെ ഒന്നും പറ്റാത്ത സ്നേഹമുണ്ട്, ബന്ധങ്ങളുണ്ട്. അങ്ങനെയാണ്. അങ്ങനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മബന്ധമാണ് ഇതിലെ കഥാപാത്രങ്ങൾ തമ്മിലുള്ളതെന്ന് തോന്നുന്നത്. ദേവൊക്കെ വന്നിട്ട് നമുക്ക് വളരെ അതിലിച്ചിരി ഈ സിനിമയിലൊന്നും ചിറക് പിടിർത്തുന്ന ഒരു ആർട്ടിസ്റ്റേ ഉള്ളത് ഇദ്ദേഹമായിരിക്കും എന്ന് തോന്നുന്നു. ഇന്ദ്രൻസേട്ടാ വന്ന കാലം മുതലേ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഒന്ന് നായക നടനായിട്ട് വരണം, കുറച്ച് അവാർഡുകൾ മേടിക്കണം, നല്ല നായികമാരോടത്തിൽ അഭിനയിക്കണം. ഇതൊക്കെ ആദ്യകാലങ്ങൾ നടന്നിട്ടില്ലെങ്കിലും പിന്നീട് ഈ ആഗ്രഹങ്ങളൊക്കെ ദൈവം സാധിച്ചു തന്നു. ഇപ്പൊ നല്ല ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു നടിയെ കൂടുതൽ അഭിനയിക്കാനും പറ്റി. അപ്പം ഈ ആഗ്രഹങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ദൈവത്തിനോട് പറയാറുണ്ടല്ലേ? പിന്നെ പറയാറുണ്ട്. ഹേമമാലിനിയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്, പക്ഷെ ആ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് മധുബാലൻ മേഡത്തിന് കിട്ടിയത്. പണ്ട് കാലങ്ങളിൽ കുറെ സ്ട്രഗിൾ ചെയ്തു. ഇപ്പൊ പക്ഷെ നമ്മൾ പണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പം നേടിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് എന്നൊരു അല്ല, ആഗ്രഹിച്ചിരുന്നത് പലതും പുറത്ത് പറയാൻ പറ്റാത്തത്, അതിനുള്ള ധൈര്യമില്ല. അങ്ങനെയുള്ള സമയത്താണ്, ആ കോലത്തിലാണ് ആഗ്രഹിച്ചത്. ഇപ്പോഴും അതിലും കോലത്തിലൊന്നും മാറ്റം വന്നില്ല. പക്ഷെ ജനറേഷൻ മാറിയപ്പോൾ അത് എങ്ങനെയോ ഞാൻ അവർക്ക് പാകമാകുന്ന ഒരു കാലത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഞാനത് വിട്ടുപോകാതെ ഓരം ചേർന്ന് നിന്നു പോകാതെ തുടങ്ങിയത് കൊണ്ടായിരിക്കാം കൂടെ എത്താൻ പറ്റിയത്. അത് ഈ മാറിയ തലമുറയുടെ സമ്മാനം തന്നെയായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ദ്രചേട്ടൻ പറഞ്ഞതിന് ഞാൻ പറയാം. അപ്പം ഇന്ദ്രചേട്ടൻ പറഞ്ഞു ഇന്ദ്രചേട്ടനാണ് ഒരു സൈഡ് അഭിനയിക്കുന്ന പറഞ്ഞാൽ മറ്റേ സൈഡിലുള്ള പല ആൾക്കാരും ഇന്ദ്രചേട്ടൻ ആയതുകൊണ്ട് മാറിപ്പോയി. അങ്ങനെ ചിലപ്പോൾ വരും. അവരെ ആരെങ്കിലും വിചാരിക്കരുത്. എല്ലാവർക്കും വലിയ ആർട്ടിസ്റ്റോട് അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോഴത്തേക്കും അങ്ങനെ ആയിരിക്കും മിക്കവാറും. നടിമാരെല്ലാവരും അങ്ങനെയാണ്, കൂടെ അഭിനയിക്കുന്നത് നോക്കുമല്ലോ. അപ്പോൾ അത് നമ്മുടെ ഒരു മോഹം അങ്ങനെ വെക്കുമെങ്കിലും അവരെങ്ങനെ ചിന്തിക്കുന്നറിയില്ല. ചിലർ ആർട്ടിസ്റ്റ് അഭിനയിക്കാൻ ഉള്ളൊരു സാധ്യതയുള്ള ക്യാരക്ടറാണെങ്കിൽ അതൊന്നും നോക്കത്തില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലാത്തതുകൊണ്ടുള്ള ആദ്യം. പക്ഷെ ഇന്ന് ഇന്ദ്രൻ ചേട്ടൻ വിചാരിച്ചാൽ നടക്കുമല്ലേ? കാരണം ഇന്ന് ചേട്ടൻ അതിനുള്ള ഒരു ഡിമാൻഡ് ഉണ്ട്. അങ്ങനെ ഒരു കഥാപാത്രത്തെ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് ചേട്ടൻ നൽകിയിട്ടുണ്ട്. ചേട്ടൻ ഇനി ഇന്ദ്രൻ ചേട്ടൻ ഉണ്ടെങ്കിൽ സിനിമയിൽ കമ്മിറ്റ് ചെയ്യാം എന്നൊരു ലെവലിലേക്ക് ആർട്ടിസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. ഇന്ദ്രൻ ചേട്ടനാണെങ്കിൽ, കാരണം അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ ചെറിയൊരു കഷ്ടപ്പാടല്ലല്ലോ. ഐശ്വര്യമായിട്ട് അഭിനയിക്കണമെന്നൊരു മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയല്ല ജി. എല്ലാ വലിയ ആർട്ടിസ്റ്റോടെയും ചേർന്ന് നിൽക്കണം, അവരുടെ സിനിമയിൽ ഭാഗമാവണം. നല്ല അധികം കണ്ടിട്ടില്ലാത്ത കഥാപാത്രങ്ങൾ, കായബലം കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ ഉൾക്കരുത്തുള്ള നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. സൂര്യ സാറ് ഇന്ദ്രൻ ചേട്ടനെ പറ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കുറേ കാര്യങ്ങൾ പറയുന്നത്. അത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ്. ഇപ്പം കറുപ്പ് ഇറങ്ങിയതിന് ശേഷം ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മൊത്തത്തിൽ ഇന്ദ്രൻ ചേട്ടനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ദ്രൻ ചേട്ടന്റെ ജീവിതത്തിൽ കറുപ്പിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇതുവരെ നടന്നതുപോലെ തന്നെയാണോ, അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്തൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്? എന്തോ സത്യമാണോ സ്വപ്നമാണോ എന്ന് അറിയാൻ പറ്റാത്ത, നമ്മളൊന്ന് അടുത്ത് കാണാൻ പോലും പറ്റാത്ത ആൾക്കാരോടൊത്ത് ചേർന്ന് അഭിനയിക്കാൻ കഴിയുന്നു, അവരുടെ സ്നേഹം കിട്ടുന്നു, അവർ നല്ല വാക്ക് പറയുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യമായിട്ടും. അതൊക്കെ ഒരു ദൈവാധീനം തന്നെ, നമ്മളെ ഗുരുനാഥന്മാരുടെ ഒരു തമിഴിൽ നിന്ന് വരുന്ന ചാൻസുകളാണെങ്കിലും ഇപ്പൊ കൂടിയോ? അതിനെ പറ്റിയൊക്കെ അത് നേരത്തെ അതങ്ങനെ കിട്ടാഞ്ഞിട്ടായിരുന്നില്ല. ഇത് തന്നെ ഞാൻ പേടിച്ച് തന്നെ പോയതാണ്. അപ്പോൾ ഭാഷ ഒരു പ്രധാനമാണ്. ശരിക്കും നമ്മൾ ഈ കോമഡി ചെയ്യുമ്പോഴത്തേക്കും കരുതുന്ന ഒരു തയ്യാറെടുപ്പുണ്ട്. അത് മാറിയാലും നമുക്ക് ഭാഷ ഒരു വലിയ വിഷയമാണ്. നമ്മൾ മാറിയിട്ട് നമുക്ക് പ്രോംപ്റ്റ് കേട്ട് അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നത് പഠിച്ചുകൊണ്ട് ആ ക്യാരക്ടറോടെ നിൽക്കില്ല. ചിലപ്പോൾ പറഞ്ഞൊരു വാക്ക് നമ്മൾ പറയില്ല, പകരം നമ്മളൊരു തലകുലിക്കലോ വാക്കിലോ ഒക്കെ പറഞ്ഞാൽ അത്രയും അറിയണം. അതുകൊണ്ട് ഞാൻ പോകായിരുന്നു. ഇപ്പം കുറേ പേര് വിളിക്കുന്നുണ്ട്. അപ്പം എനിക്ക് പേടിയാണ്, ഞാൻ വരുന്നില്ല എന്ന് തന്നെ തുറന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും അവരായിട്ട് നടത്തിക്കുന്ന വെച്ചിട്ട് ഞാൻ അങ്ങനെ പറയാറുണ്ട്. ഈ കറുപ്പ് തിയേറ്ററിൽ കണ്ടിരുന്നു ഇന്ദ്രൻ ചേട്ടൻ? പോയി കണ്ടു കഴിഞ്ഞപ്പോൾ സ്വന്തം അഭിനയം കണ്ടിട്ട് എന്ത് തോന്നി? കുറച്ചുകൂടെയൊക്കെ ആവായിരുന്നു. ഇടയ്ക്ക് എവിടെയൊക്കെ ബ്ലാങ്ക് ആയിപ്പോയി. അവിടെ കൂടെയൊക്കെ ഒന്ന്
മാറ്റി ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നി. ജാഫർ ബ്രോ, ഇപ്പം ബ്രോ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളുടെയൊക്കെ ഭാഗമായിട്ടാണ് ബ്രോയെ കണ്ടിട്ടുള്ളത്. ഇതിലേക്ക് വരുമ്പം ഇച്ചിരി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പം ക്യാരക്ടറും ഈ പറയുന്ന പോലെ അത്തരത്തിലൊരു ചേഞ്ച് ആക്ടിങ്ങിൽ കൊണ്ടുവരണം എന്ന് കരുതിയിട്ടാണോ കമ്മിറ്റഡ് ആയത്, അതോ മലയാളം സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള രീതിയിലാണോ? சார், உங்களோட ப்ரீவியஸ் ஃபிலிம்ஸ் பார்த்தா ரொம்ப ரோ അല്ലെങ്കിൽ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഫിലിം தான் பண்ணிட்டு இருந்தேன். இப்போ ഇതിൽ വരുമ്പോൾ ചിന്നതാ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടഡ് ആയ ഒരു ഫിലിം தான் ഇത്, ഫീൽ ഗുഡ് ആണ് ഒരു ഫിലിം. സോ நீங்க வந்து ആക്ടിങ്ങിൽ ഒരു ഡിഫറെന്റ് ആ ഒരു റോള് ട്രൈ பண்ணണം, அந்த ഒരു ഇതിൽ ചെയ്ത വർക്കാണോ ഇത്, ഓർ உங்களுக்கு മലയാളത്തിൽ ആക്ട് பண்ணணும் എന്ന ആശയിൽ பண்ண படமாണോ? இல்லை இல்லை, ஃபர்ஸ்ட் ஆஃப் ஆல் கேரக்டர் புதுசாக ஒன்று பண்ணணும் அப்படிங்கிற ஒரு இதுதான். ஸோ கேட்கும்போதே எனக்கு புதுசாக இருந்துச்சு. ஸோ வந்து அது என்னால் பண்ண முடியுமான்னு தெரில. ஃபர்ஸ்ட் நான் டேரக்டர்கிட்ட தான் கேட்டேன், நீங்கள் சொல்லுங்கள் என்னால் பண்ண முடியுமா, இல்லை நான் பண்ண அது கரெக்டாக இருக்குமா. ஏன்னா நம்ம ஒரு ஜோன்லேயே பண்ணிட்டு வந்திருக்கோம். ஸோ அது நம்மளுக்கு ஐடியாவே இருக்காது, நம்ம இந்த மாதிரி பண்ணால் எப்படி இருக்கும்னு சொல்லி நம்மளுக்கு அந்த தாட் வரவே வராது. ஸோ அவங்ககிட்டயே நான் கேட்டேன், நீங்களே சொல்லுங்கள் உங்களுக்கு ஓகே அப்படின்னா, நீங்கள் கான்ஃபிடென்ட்டாக நான் வரேன் அப்படின்னேன். ஸோ அவங்க வந்து இல்லை எனக்கு நீங்கள் பண்ணுவீங்க நம்பிக்கை இருக்குது, பண்ணால் புதுசாக இருக்கும்னு ஃபீல் ஆகுது அப்படின்னாங்க. ஸோ எனக்கு அந்த புதுசு தான் எனக்கு தேவைப்பட்டுச்சு. ஸோ அதனால தான் யூஸ் பண்ணேன். മധുമേ, ഇപ്പം മലയാളത്തിൽ കുറെ ഗ്യാപ്പിന് ശേഷമാണ് അഭിനയിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഗ്യാപ്പ് വന്നത്, അതോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചിന്ന ചിന്ന ആസ് കമ്മിറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ്? വാട്ട് മെയ്ഡ് ദ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി ആൻഡ് ഓൾസോ വാട്ട് മെയ്ഡ് യു ടു കമ്മിറ്റ് ദിസ് ഫിലിം? வாட் மேட் மீ கம் வந்து இந்த மாதிரி ரோல் ஆஃபர் ஆச்சுன்னா நம்ம எங்கே வேணாலும் போய் ஒர்க் பண்ணலாம். இந்த மாதிரி ரோல் வந்து இது வந்து லாங்குவேஜ்க்கு பியாண்ட், இது தமிழ், கன்னடா, தெலுங்கு, ஹிந்தி அப்படி கிடையாது. இந்த ரோல் அண்ட் இவ்வளோ அமேசிங்கான பீப்புள் கூட வந்திருக்காங்க. இந்த ரோல்க்காக நம்ம எங்கே வேணாலும் பண்ணலாம். தட் மேட் மீ கம் பேக். நான் மலையாளம் இண்டஸ்ட்ரிக்கு திரும்பி வரல, இந்த ப்ரொஜெக்டை நம்ம பண்ணணும் அப்படின்னு நான் வந்தேன். அண்ட் மலையாளம் இண்டஸ்ட்ரியில் வந்த அப்புறம் எனக்கு ரொம்ப சந்தோஷமாக இருக்குது. ஏன்னா இங்கே இருக்கிற ஆடியன்ஸ், மீடியா எல்லாருமே என்னை ஞாபகம் வச்சுருக்காங்க, ரொம்ப அன்பு காமிக்கிறாங்க. இங்கே வந்த அப்புறம் எனக்கு இவ்வளோ வருஷம் கேப்க்கு அப்புறம் நம்ம வரோம், அந்த ஃபீலிங் எனக்கு இப்போ தான் தெரியறது. அண்ட் அந்த ஃபீலிங் இவ்வளோ கேப்க்கு அப்புறம் வந்த அப்புறமும் என்னை எல்லாரும் ஞாபகம் வச்சுட்டு இப்படி என்னை ரிசீவ் பண்ணுறாங்க அப்படின்னு ஒரு ஃபீலிங். அதை நம்ம ஃபுல்ஃபில் பண்ணுறதுக்கு இந்த மாதிரி படம் என்னோட ஆடியன்ஸ்க்கு கொடுத்தீங்கன்னா இது அவங்களுக்கு கரெக்டாக இருக்கும். கேப்க்கு அப்புறம் ஏதாவது ஒரு கேரக்டர் பண்ணிட்டு போயிட்டோன்னா அது ஓகே, அப்படி தான் நடந்தது. பட் கேப்க்கு அப்புறம் இந்த மாதிரி ஒரு படம் திருப்பி என்னோட பேரில் இங்கே வருதுன்னா அது ஒரு பெரிய பெருமையான விஷயம் எனக்கு. നോർമലി നമ്മൾ വാരണാസി ചിത്രം അല്ലെങ്കിൽ ബോളിവുഡ് ചിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ വാരണാസി എന്ന് കാണിക്കുമ്പോൾ എപ്പോഴും ഒരു റഷ്യനകത്ത് അല്ലെങ്കിൽ ഒരു എപ്പോഴും ഡാർക്ക് ആയിട്ടുള്ള ഇതിലായിരിക്കും നമ്മൾ കാണിക്കുക. അതിന്റെ ബ്യൂട്ടി ഒരു ലാൻഡ്സ്കേപ്പ് ആയാലും ഒന്നുകിൽ ഹെലി ഷോട്ടുകളായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പെട്ടെന്ന് ഒരു വാഷൗട്ടായി പോകുന്ന സീനുകളായിരിക്കും കൂടുതൽ കാണിക്കുക. അത് ചിലപ്പോൾ അവിടുത്തെ ഏരിയകളും ആളുകളുടെ ഇതുകൊണ്ടും ഒക്കെ ആവാം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് ഇതേപോലെ ഒരു കഥ ചിത്രീകരിക്കാൻ ചെറിയൊരു പ്രോസസ് അല്ല. അപ്പൊ എത്രത്തോളം ടഫാണ് ഇപ്പൊ ഒരു ഫ്രെയിംസ് ഒക്കെ സെറ്റ് ചെയ്ത് ചിലപ്പോൾ ആളുകളെ ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ എത്രത്തോളം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു? യെസ്, ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാരണം മഹാകുംഭമേളന്റെ ടൈമിലാണ് നമ്മൾ ഷൂട്ട് നടന്നത്. അപ്പം അറ്റ് എ ടൈം ഒരുപാട് ക്രൗഡ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ പ്രൊഡക്ഷൻ ടീമിൻ്റെ അടുത്താണ്. കാരണം നമ്മുടെ ജമീഷും എല്ലാവരും ഈ പറഞ്ഞ ADs, ഇപ്പം എൻ്റെ അസിസ്റ്റൻസ്, എൻ്റെ അസോസിയേറ്റ് എല്ലാവരും രണ്ട് സൈഡിൽ നിന്നിട്ട് നമ്മൾ ഫുൾ എൻ്റെ ക്രൗഡിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തത്. കാരണം നമ്മൾ ആദ്യം തന്നെ തീരുമാനം ഉണ്ടായിരുന്നു, ഒന്നുകിൽ വിത്ത് ക്രൗഡ് ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് ഷൂട്ട് ചെയ്യുക വിത്തൗട്ട് ക്രൗഡ്. അപ്പോൾ വിത്തൗട്ട് ക്രൗഡ് എന്നുള്ളത് മാത്രമേ ആക്ച്വലി പോസിബിൾ ഉള്ളൂ. കാരണം വിത്ത് ക്രൗഡ് ഷൂട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂറ്റി ഇഷ്യൂ ഉണ്ടാവും. ചിലപ്പം ജാഫർ ഭായിന്റെ ബാക്കിൽ ഒരാളുണ്ടെങ്കിൽ നെക്സ്റ്റ് ഷോട്ടിൽ നമുക്ക് വീണ്ടും റീടേക്ക് വേണമെങ്കിൽ ആ ക്രൗഡ് എൻറ്റയർലി മാറും. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആകെ ഓപ്ഷൻ ഉള്ളത് രണ്ട് സൈഡും ബ്ലോക്ക് ചെയ്യുക. നമ്മുടെ ഒരു 8-10 ജൂനിയേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, അപ്പോൾ അവരെ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുക എന്നുള്ളതാണ്. സോ അതിനെ സഹായിച്ച നമ്മുടെ ഫുൾ ക്രൂ മെമ്പർ. കാരണം ആർട്ടിസ്റ്റ് പോലും ഈ പറയുന്ന ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, തെറിവിളിക്കുന്നുണ്ടായിരുന്നു. സോ ഈ സമയത്തൊക്കെ ആർട്ടിസ്റ്റ് അവരുടെ മൈൻഡൊക്കെ കൺട്രോൾ ചെയ്ത്, കാരണം അത്രയും ക്രൗഡിനിടയിൽ ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോസിബിൾ ആണ്. ബട്ട് നമ്മളുടെ ഈ ഒരു മൂവി കാണുമ്പോൾ തന്നെ ആ ഒരു സൈലൻസ് ആണ് കിട്ടുക. കാരണം സൈലന്റ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പൊ നൈറ്റ് ആയാൽ പോലും ഇവർ രണ്ടുപേരും മാത്രം നിൽക്കുന്നു.
ആ ഒരു ഫീല് കിട്ടും. കാരണം ആ ഡയറക്ടർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ സൈലന്റ് ആയിട്ടുള്ള ഷോട്ട് വേണം, ആ ഒരു കാരണം ഒരു പോസ് വേണം, ഈ ഒരു സാധനം. അപ്പൊ അതുകൊണ്ട് എന്താണോ വർഷം ഉദ്ദേശിച്ചത് അത് കറക്റ്റായിട്ട് കൺസീവ് ചെയ്യാൻ പറ്റി. പിന്നെ അത് മാത്രമല്ല എനിക്കും നിർബന്ധം ഉണ്ടായിരുന്നു ഈ പറയുന്ന ഒരു വാരണസീനെ കാണിക്കുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന പോലെ ഒരുപാട് ആൾക്കാരെ കാണിച്ചാൽ വാരണസിന്റെ ഭംഗി കിട്ടില്ല. സോ അവിടെ ക്രൗഡ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മാക്സിമം കുറക്കാന്നുള്ളതാണ്. ബട്ട് സംഭവം നമ്മുടെ ടീം കാരണം അത് അച്ചീവ് ചെയ്യാൻ പറ്റി. സോ താങ്ക്സ് മൈ ടീം, എൻ്റെ ടീം. മധുബാല മാം ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും എടുത്തു നോക്കിയാലും ഭയങ്കര ഹൈപ്പുള്ള ഒരു കഥാപാത്രങ്ങളുണ്ട്, ക്ലാസിക് ആയിട്ട് കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ പ്രേക്ഷകൻ എപ്പോഴും റിലേറ്റീവ് ചെയ്യാൻ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സീനുകൾ കേൾക്കുമ്പോൾ അത് മാം നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഒരു ക്യാരക്ടർ കൊടുക്കുന്ന ഒരു സിഗ്നേച്ചർ ആണത്. അപ്പം ലീല എത്രത്തോളം ഒരു സിഗ്നേച്ചർ ഒരു ഐഡന്റിറ്റി തരുന്ന ഒരു കഥാപാത്രമായിരിക്കും മാമിനെ സംബന്ധിച്ച്? அது வந்து நீங்க ஆக்ட் பண்ண எல்லா கேரக்டர்ஸ் பார்த்தாலும் ஒரு ஐடென்டிட்டி ஒரு பிரத்யேக சிக்னேச்சர் இருக்கும். അപ്പം ஏதாவது சீன் பார்த்தாலும் இல்ல ஏதாவது பாட்டு கேட்டாலும் உங்களை ஞாபகம் எந்த ஆடியன்ஸுக்கு கிடைக்கும். അപ്പം இந்த ஃபிலிம் கமிட் பண்ணியாச்சு. അപ്പം இந்த ஃபிலிமில் லீலா என்ற கதாபாத்திரம் எவ்வளோ ஐடென்டிட்டி ஆடியன்ஸுக்கு கொடுக்கும்? எந்த மாதிரி ஐடென்டிட்டி ஆடியன்ஸ்க்கு லீலாவை பார்த்தப்பறம் கிடைக்கும்? எல்லாருக்கும் ஒரு பர்மிஷன் கிடைக்கும். எல்லா லேடிஸ் எல்லாருக்கும் ஒரு 50 இயர்ஸ்க்கு அப்புறமும் இப்போ நம்ம சொசைட்டியில் வந்து ஒரு லேடிஸ்க்கு 50 இயர்ஸ் ஆச்சுன்னா நம்ம என்ன நினைக்கிறோன்னா நம்ம லைஃப் அவ்வளோதான் அப்படின்னு நினைக்கிறோம். பட் 50 இயர்ஸ்க்கு அப்புறமும் நம்மளுக்கு ஒரு உரிமை இருக்குது, ரைட் இருக்குது. நம்மளோட ஹாப்பினஸை தேடுறதுக்கு நம்மளுக்கு உரிமை இருக்குது. எல்லாருக்கும் கடைசி நாள் வாழ்க்கையில் வரைக்கும் நம்மளுக்கு ஹாப்பியாக இருக்கிறதுக்கு நம்மளுக்கு ரைட் இருக்குது. நம்ம லைஃப் 50 இயர்ஸில் ஃபினிஷ் ஆகுதில்ல. அந்த இன்ஸ்பிரேஷன் எல்லா லேடிஸ்க்கும் கிடைக்கும். ஜென்ஸுக்கு இந்த படத்தில் என்னென்னா நம்ம ஒருத்தருக்கு சப்போர்ட் பண்ணுறது, பாண்டிங், ரிலேஷன்ஷிப் எல்லாமே நம்மளுக்கு தெரிஞ்ச மாதிரி ஒரு ரொமான்டிக் ரிலேஷன் இல்லை. அதுக்கும் மேலே ஒரு பந்தம், ஒரு ஸ்னேகம் அது இருக்குது. அந்த பியோர் அந்த வேர்டு திருப்பி என் மைண்டில் அதுதான் வருது, ஒரு பியூரிட்டி ஆஃப் லவ். ஸோ இந்த 3 ஆஸ்பெக்ட் தான் இந்த படத்துக்கு அப்புறம் மைண்டில் இருக்கும்னு நினைக்கிறேன். ஒரு 50 ஏஜுக்கு அப்புறம் ஒரு லேடிக்கு இன்னும் ஹாப்பியாக இருக்கிறதுக்கு ரைட் இருக்குது. அப்புறம் எவ்ரி மேனுக்கு அந்த டியூட்டி, ரெஸ்பான்சிபிலிட்டி இருக்குது. அவங்க பக்கத்தில் இருக்கிற எல்லா லேடியும் எப்படி சப்போர்ட் பண்ணணும், தங்கையாக இருக்கட்டும், மதராக இருக்கட்டும், ஒய்ஃபாக இருக்கட்டும், அண்ட் யாரோ ஸ்ட்ரேஞ்சராக இருக்கட்டும். ஏன்னா இந்த படத்தில் அதுதான், ஸ்ட்ரேஞ்சர்ஸ் தான் ஒருத்தருக்கு சப்போர்ட் பண்ணுறாங்க. ஸோ அது ஒரு டேக் அவே இருக்குது. அண்ட் லவ் இஸ் பியோர். லவ்க்கு வந்து எப்போவுமே டைட்டில், ஒரு பேர், ஒரு ரிலேஷன்ஷிப்புன்னு இருக்காது. பியோராக லவ் ஃபீல் பண்ணால் அது எல்லார் மனசுக்கும் கனெக்ட் ஆகும். அண்ட் அந்த லவ் நம்ம எல்லாருக்கும் வேணும் அப்படின்னு ஒரு ஃபீலிங் இருக்கும். இந்த படத்தை பார்த்தப்புறம் எல்லாருக்கும் அந்த ஃபீல் வேணும். எனக்கு என்னோட லைஃப்பில் இந்த மாதிரி யாராவது இருக்காங்களா அப்படின்னு ஒரு ക്വസ്റ്റ്യനിൽ തിയേറ്ററിൽ வெளியிட்டோம். അതേപോലെ മാം ഈ ഫിലിമിൽ മേക്കപ്പ് യൂസ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഉള്ള പല സിനിമകളിലും ഇപ്പൊ ആർട്ടിസ്റ്റുകൾ മേക്കപ്പ് ആണെങ്കിൽ എന്റെ ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ മേക്കപ്പ് വേണം എന്ന് ഡിമാൻഡ് ചെയ്യും. മോസ്റ്റ് ആർട്ടിസ്റ്റ് ഡിമാൻഡ്സ് മേക്കപ്പ്. അപ്പം நிறைய ஆர்டிஸ்டுகள் இல்லை ரொம்ப சீனியர் அந்த உங்களை மாதிரி சீனியர் ஆக்டர்ஸ் மட்டும்தான் இந்த மாதிரி மேக்கப் இல்லைன்னு பரவாயில்ல, இந்த கேரக்டர் அதை டிமாண்ட் பண்றேன் அந்த மாதிரி ஆக்ட் பண்றதுக்கு ரெடியா இருக்கு. அந்த மாதிரி அல்ல இனி அதாவது அப்கமிங் ஜெனரேஷன்ஸ் ஆர் நவ் who is acting in film, what do you want to say about them? எல்லாருக்கும் ஒரு ஆக்டருக்கு ஒரு லைஃப் இருக்குது, ஒரு ஜேர்னி இருக்குது. அவங்க ஸ்டேஜஸில் அந்த சாய்ஸ் பண்ணுவாங்க. இப்போ நான் 20 இயர் ஓல்டில் ரோஜா பண்ணுறச்சு கூட நான் மேக்கப் இல்லாமல் பண்ணேன். ஏன்னா அவ்வளோ என்னோட டைரக்டர் அவளோட இதை நான் ட்ரஸ்ட் பண்ணேன். மணி சார், சந்தோஷ் சார் சொன்னாங்க இதில் மேக்கப் கூடாதுன்னு. ஸோ அப்போது எனக்கு வாய்ஸ் இல்லாமல் மணி சார் சொல்லியிருக்காருன்னா அதை அப்படி பண்ணிட்டு போகணும். இப்போது இந்த ஸ்டேஜ் ஆஃப் மை லைஃப் நான் என்ன ரோல் வேணாலும் எனக்கு அந்த ரோல் என்னோட ஹார்ட்டோட கனெக்ட் ஆச்சுன்னா மேக்கப் ஆர் நோ மேக்கப் ஐ திங்க் அது செகண்டரி அப்படின்னு நான் இப்போது சொல்கிறேன். ஆனால் இந்த செட்டில் கூட ஃபஸ்ட்டு 2 days நான் என் டைரக்டரோட ரொம்ப சண்டை போட்டேன், கொஞ்சமாவது மேக்கப் அலோவ் பண்ணுறதுக்கு. ஃபயஸ் பாயும் மேமும் இங்கே என்னை விடவே இல்லை மேக்கப் போட. ஆனால் இவங்க என்னை இன்னொரு வாட்டி ஒரு விஷயம் சொல்லி என்னை டெம்ப்ட் பண்ணாங்க. என்ன சொன்னாங்கன்னா நான் வந்து கொஞ்சமாவது என்னை மேக்கப் போட விடுங்க அப்படின்னு நான் கெஞ்சுவேன். ஆனால் அவங்க கேமராலன்னு பார்த்துட்டு கொஞ்சம் கம்மி பண்ணு அப்படின்னு வருவாங்க. அப்புறம் ஒரு நாள் இவங்க சொன்னாங்க, மேம் இது அவார்ட் வின்னிங் ஸ்டோரி மேம், இதில் உங்களுக்கு அவார்ட் கிடைக்கும், அவார்ட் வேணும்னா மேக்கப் போடக்கூடாது, மேக்கப் போட்டால் அவார்ட் கிடைக்காது அப்படின்ட்டாங்க. அதுக்கப்புறத்துலேருந்து நான் மேக்கப் விட்டேன். പ്രൊഡ്യൂസറിനോടാണ്
സാർ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇന്ദ്രൻ ചേട്ടൻ്റെ അടുത്തൊരു ഫിലിം എന്താണെന്നാണ് ഇപ്പം സൗത്ത് ഇന്ത്യ ഒട്ടാകെ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സിനിമയിൽ നോക്കി കഴിയുമ്പോൾ ലൈക്ക് ഇന്ദ്രൻ സോറി ഓക്കെ ഇന്ദ്രൻ ചേട്ടൻ്റെ അടുത്തൊരു പടം ഏതാണെന്നാണ് സൗത്ത് ഇന്ത്യ ഒട്ടാകെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ ഇപ്പം ആസ് എ പ്രൊഡ്യൂസർ ഐ ഹോപ്പ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു 10% ഇപ്പോൾ ഒരു ഹിറ്റ് ഉറപ്പിക്കാം എന്നൊരു നിലയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഇന്നാകുമ്പോൾ അല്ലെങ്കിൽ ഇന്ദ്രൻ ചേട്ടനെ കാസ്റ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രത്തോളം ഇദ്ദേഹത്തിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ചിന്ന ആശയിലോട്ടുള്ള ഹോപ്പ് എത്രത്തോളം കൂടിയിട്ടുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ പടം ഞാൻ വർഷനോട് പറയുന്ന സമയത്ത് ഞാനത് കമ്മിറ്റ് ചെയ്യാനുള്ളൊരു ഫസ്റ്റ് റീസൺ ഇതിൻ്റെ ലൊക്കേഷൻ വാരണാസി ആയതുകൊണ്ടാണ്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും ഞാനൊരു ലാസ്റ്റ് 10 years ആയിട്ട് വാരണാസി പോകുന്ന ആളാണ്. സോ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വാരണാസി പോയി 2 ദിവസം സ്പെൻഡ് ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. സോ വർഷ ഈ കഥ പറയുന്ന നേരത്ത് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് വാരണാസിയാണ്. സോ അപ്പോഴേ എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു. ബാക്കി കാര്യങ്ങളോട് വന്നപ്പോഴത്തേക്കും ഇതിന് ഈ ക്യാരക്ടറിന് 2 ക്യാരക്ടറിനും വർഷ വളരെ ആപ്റ്റായ 2 പേരെയാണ് സജസ്റ്റ് ചെയ്തത്. സോ അന്നേരം ഇന്ദ്രൻ ചേട്ടൻ നമുക്കെല്ലാവർക്കും ഫേവറേറ്റ് ആണ്. നമുക്ക് നമ്മുടെ വീട്ടിലൊരാളായിട്ട് നമ്മുടെ അച്ഛനായിട്ടോ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ്. സോ എപ്പോഴും ആ ഒരു ക്യാരക്ടറിൽ ചേട്ടൻ എനിക്ക് ഭയങ്കര വർക്കായിരുന്നു. പിന്നെ മധു മാം നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയ നമ്മുടെ ചൈൽഡ്ഹുഡ് ഹീറോയിനാണ്. സോ ഈ കാസ്റ്റിംഗ് വളരെ ഇഷ്ടപ്പെട്ടു. സോ ഇന്ദ്രൻ ചേട്ടൻ ആയതുകൊണ്ട് ഈ പടം 2 വർഷം മുമ്പ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തിയേറ്ററിൽ എങ്ങനെയാവുന്നൊന്നും ഞാൻ ജഡ്ജ് ചെയ്തിട്ടില്ല. പക്ഷെ എന്തായാലും വാരണാസി ബാക്ക്ഡ്രോപ്പ് ആയതുകൊണ്ടും നല്ല കഥ ആയതുകൊണ്ടും ഒരു ഹിറ്റാവുന്ന ഉറപ്പുണ്ടായിരുന്നു. സോ ഇപ്പോൾ ആഫ്റ്റർ 1.5 years ഇന്നസെന്റിന്റെ കരിയറിലെ ഏറ്റവും നല്ല സമയത്തിലാണ് നിൽക്കപ്പെടുന്നത്. കറുപ്പിലെ സിനിമ ഞാൻ കണ്ടിരുന്നു. കറുപ്പിൽ വളരെ ഗംഭീര പെർഫോമൻസ് ആണ്. സോ നമ്മുടെ സിനിമയ്ക്കും അതിൻ്റെതായ ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കറുപ്പിന് ശേഷം വരുന്ന ഹീറോ മൂവിയാണ്. ഞങ്ങളുടെ പടവും നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ വളരെ നല്ല ഹോപ്പാണ് ഈ പടത്തെ പറ്റിയിട്ട്. താങ്ക് യു. വർഷം മാം, നോർമലി ഇപ്പോൾ വലിയ വലിയ പടങ്ങൾ വരും